27 നക്ഷത്രങ്ങളുടെയും ദിവസഫലം. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രത്തിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നിലനിന്നിരുന്ന സ്ഥാനമാനങ്ങളും അധികാരവും ഒന്നുകൂടെ കൂടുതലാകും. സ്ത്രീകൾ വളരെ സ്നേഹത്തോടെയും അനുസരണയോടെയും പെരുമാറും. കലാപരമായ കാര്യങ്ങളിൽ അതിയായ താല്പര്യം കാണിക്കും. ആകർഷകമായി സംസാരിക്കുവാൻ സാധിക്കും. ദീനാനുകമ്പ കാണിക്കുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. മുൻകോപം മൂലം ആപത്ത് ഉണ്ടാകാം. നിസ്സാര കാര്യങ്ങളാൽ ജോലിയിൽ കുഴപ്പങ്ങൾ, ഉദരസംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കാം. സ്ത്രീകൾ മൂലം കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. സമയനിഷ്ഠ പാലിക്കാത്തതിനാൽ അനാവശ്യമായ തടസ്സം, കാലതാമസം എന്നിവ അനുഭവപ്പെടാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കരുത്. അന്യ സ്ത്രീകൾ ചതിയിൽപ്പെടുത്തും. ദുർവാശി ഒഴിവാക്കുക. കുടുംബങ്ങളിൽ അസ്വാരസ്യം ഉടലെടുക്കും. സംസാരം വളരെയധികം നിയന്ത്രിക്കണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ബന്ധുക്കൾ ശത്രുക്കളാകുന്നതായിരിക്കും. ലഹരിയിൽ നിന്നും മറ്റും ഒഴിഞ്ഞു നിൽക്കുക. അനാവശ്യമായ വാശി ഒഴിവാക്കുക. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. രാത്രികാല യാത്രകൾ ഒഴിവാക്കുക. അടുത്തത് മകയിരം നക്ഷത്രമാണ്. സ്ഥാനമാറ്റം, തരം താഴ്ത്തപ്പെടൽ എന്നിവ അനുഭവത്തിൽ വരും. ആരോടും ശത്രുത വെച്ച് പുലർത്തുന്നതായിരിക്കും. എല്ലാ കാര്യത്തിലും ജാഗ്രത വേണം. അനിശ്ചിതത്വവും സന്താന ദുഃഖവും വിരഹവും കുടുംബവുമായി അകൽച്ചയും ബന്ധുക്കൾക്ക് രോഗാരിഷ്ടതയും ഇന്നത്തെ ദിവസം വന്നു ഭവിക്കാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാൽ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും. പരീക്ഷകളിലും മറ്റും വിജയം കൈവരിക്കുവാൻ സാധിക്കും. ദുരിതവും കഷ്ടപ്പാടുകളും മാറുന്നതായിരിക്കും. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും. വിവിധ ഇടങ്ങളിൽ നിന്നും ധനവരവ് ഉണ്ടാകും. വസ്ത്ര ആഭരണാദികൾ വാങ്ങുവാനുള്ള സാഹചര്യമുണ്ടാകും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമായിരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റും നടത്തുന്നത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. സന്താന ഭാഗ്യം സിദ്ധിക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യ പരിപാലനം നടത്തും. ദമ്പതികളുടെ കാര്യത്തിൽ സുഖവും സമാധാനവും സന്തോഷവും നിലനിൽക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. മുമ്പുണ്ടായിരുന്ന മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മോചനം, മാതാവിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. കലാപരമായും സാഹിത്യപരമായും മികച്ച സമയമായിരിക്കും. വാക്ചാതുര്യം പ്രകടിപ്പിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആഡംബര വസ്തുക്കൾ ശേഖരിക്കും. വൃഥാ അപവാദങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. സേവന സന്നദ്ധത പ്രകടിപ്പിക്കും. ആത്മീയത വർദ്ധിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ദാമ്പത്യ സുഖം ഉണ്ടാകും. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും. ധനപരമായ കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. പ്രവർത്തന വിജയവും സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും പൊതുവെ ഐശ്വര്യം നിറഞ്ഞ ദിവസമായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പരിശ്രമശീലം വർദ്ധിക്കുന്നതായിരിക്കും. ദാനശീലം ഉണ്ടാകും. മനോഹരമായ വസ്തുക്കളും മറ്റും സമാനമായി ലഭിക്കും. ശാരീരികമായി സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. ആത്മവിശ്വാസവും പ്രയത്നങ്ങൾക്ക് ഫലവും ഉണ്ടാകുന്ന ദിവസമായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. സുഹൃത്തുക്കളിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. കേസുകളും മറ്റും തീർപ്പാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ധനവരവ് അധികരിക്കും. ക്രയവിക്രയങ്ങളിൽ നിന്നും നേട്ടം ഉണ്ടാകും. യാത്ര നിമിത്തം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കലാപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. വിദേശത്തേക്ക് പോകുവാൻ ഉള്ള സന്ദേശം ലഭിക്കുന്നതായിരിക്കും. പഴയകാല സുഹൃത്തുക്കളെ യാത്രയിൽ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖപ്രദമായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കും. ആരോഗ്യം വർദ്ധിക്കും. കലാപരമായ കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ദൂരയാത്രകൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. വിവാഹം നടക്കാത്തവർക്ക് തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പണസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ചിലവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കർമ്മരംഗത്ത് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. വളരെയധികം ജോലി കൂടുതലും മറ്റും ഇന്നത്തെ ദിവസം അനുഭവത്തിൽ വരാം. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനായി ഔഷധ സേവ വേണ്ടിവരും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. കോപം നിയന്ത്രിക്കുക. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ പരാജയം സുനിശ്ചിതം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ വർദ്ധിക്കും.
ശത്രുക്കൾ വർദ്ധിക്കുന്നതായിരിക്കും. വിമർശനങ്ങളെ മറികടക്കുവാൻ സാധിക്കും. ചതിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ സാധ്യത കാണുന്നുണ്ട്. സ്ത്രീകളിൽ പലപ്പോഴും അമിതമായ ചിലവ് കാണിക്കുന്നതായി കണ്ടുവരുന്നു. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയില്ല. അധികാരം പ്രകടിപ്പിക്കേണ്ട അവസ്ഥ വന്നു ഭവിക്കാം. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വിവാഹകാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും. ബന്ധുഫലം വർദ്ധിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. സംസാരിക്കുന്നത് മിതമായി സംസാരിക്കുക. ഔഷധം ഉപയോഗിക്കേണ്ടി വരും. ചോദ്യം ചെയ്യപ്പെടുന്ന പല സാഹചര്യങ്ങളും വന്നു ഭവിക്കാം. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതായിരിക്കും. സ്ത്രീകൾക്ക് മികച്ച ദിവസം തന്നെയായിരിക്കും. സമ്മാനങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷം തരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം സംഭവിക്കുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സുഖകരമായ അവസ്ഥ ആയിരിക്കും. മാതാവിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ സ്വന്തം കഴിവിൽ ഉള്ള ഉയർച്ചയിൽ നിന്നും പല നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നതായിരിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. കുടുംബം അംഗീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുവാനും ഉത്സവാദി ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. സ്ത്രീകൾ വളരെ സ്നേഹത്തോടെയും അനുസരണയോടെയും വർത്തിക്കുന്നതായിരിക്കും. കലാപരമായ കാര്യങ്ങളിൽ അതിയായ താല്പര്യം പ്രകടിപ്പിക്കും. ദാമ്പത്യത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അകലെയുള്ള ബന്ധുക്കൾ വരുവാനും അവരുമായി സന്തോഷം പങ്കിടുവാനും സാധിക്കുന്നതായിരിക്കും. തർക്കത്തിൽ കിടന്നിരുന്ന ഭൂമിയും മറ്റും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതും ആയിരിക്കും. അടുത്തത് ഉത്തരാട നക്ഷത്രമാണ്. വളരെയധികം ഗുണകരമായ ദിവസമാണ്. ഭാഗ്യം കടാക്ഷിക്കുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി വളരെയധികം ഗുണം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ക്ഷേത്രാധികാരങ്ങളിലും മറ്റും താല്പര്യം പ്രകടിപ്പിക്കുകയും ക്ഷേത്ര ഭാരവാഹിത്വവും മറ്റും വഹിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സ്വന്തം കുറവുകൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും പല വാക്കുകളും കേൾക്കേണ്ടി വരും. മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിക്ക് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായി വൈകുന്നേരത്തോടു കൂടി തലവേദനയും മറ്റും വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യങ്ങളിൽ കൃത്യമായ ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.